ഗോളുകൾ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് മറ്റു വീഡിയോകളായിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ എവിടേക്കാണ് ഞാൻ പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്, ഞാൻ എന്തിലേക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ളതിനെ കുറിച്ചൊരു തീരുമാനം എപ്പോൾ എടുക്കണം എന്ന് വെച്ചാൽ റിസൾട്ട് വന്നിട്ടല്ല, റിസൾട്ട് വരുന്നതിന് മുൻപ് എത്രയോ റിസൾട്ട് ആയിക്കോട്ടെ, 50%, 60%, എത്രയാവട്ടെ നമ്മുടെ മാർക്ക്, അത് പ്രശ്നമേ അല്ല. പകരം നമ്മൾ എന്തെടുക്കുന്നു അത് റിസൾട്ട് വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം പ്രത്യേകിച്ച് എൻ്റെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എടുക്കണം. ഇനി പ്ലസ് 2 ആയാലും അങ്ങനെ തന്നെ. പ്ലസ് 2 പക്ഷേ അവരൊരു തീരുമാനം എടുത്തതിൻ്റെ ബാക്കി പത്രമായിരിക്കും പ്ലസ് 2 ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എത്താൻ കഴിയുന്ന മേഖല ഏതാണോ, ഇപ്പോൾ പ്ലസ് 2 എടുത്ത സയൻസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും ഒക്കെ എവിടെയാണോ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല എന്നുള്ളത് പ്ലസ് 2 കഴിഞ്ഞിട്ടുള്ള ആളുകളും തിരഞ്ഞെടുക്കണം. ഏതായാലും റിസൾട്ടുകളൊക്കെ വരുന്നതിന് മുൻപേ നമ്മുടെ വഴി കൃത്യമായി കണ്ടുവെക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ, താങ്ക് യു.